സീരിയലാക്കി കളയുമോ എന്ന് പേടിച്ചായിരിക്കാം കഥ ഇഷ്ടമായിട്ടും പലരും ഡേറ്റ് തന്നില്ല. കാലാകാലങ്ങളായി നമ്മൾ അനുഭവിച്ചു വരുന്ന യാത്രാ ദുരിതത്തിന് ഈ പഞ്ചായത്ത് ഭരണസമിതി ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ്. ആരുമില്ലെങ്കിലും താൻ കൂടെ ഉണ്ടാകുമെന്ന് ദിലീഷ് പോത്തൻ പറഞ്ഞിരുന്നു. സിനിമകളിൽ കുടുംബവും സ്ത്രീകളുമില്ല എന്ന് വിമർശനമുണ്ടല്ലോ. ഇതിനെതിരെ അതുണ്ടാകില്ല. പഞ്ചായത്ത് ജെട്ടി വിശേഷങ്ങളുമായി മണികണ്ഠൻ പട്ടാമ്പിയും സലിം ഹസനും. എന്താ പൊടി ലഡുവൊക്കെ ആയിട്ട് അച്ഛൻ മരിച്ചതിന്റെ പ്രിയപ്പെട്ട കൊടുങ്ങാശ്ശേരി നിവാസികൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. ഇക്കണക്കിന് ഉറപ്പാ വല്ലപ്പോ തന്നെ അടുത്ത പ്രസിഡന്റ്. ഞാനും കേട്ടു. മണികണ്ഠൻ പട്ടാമ്പി സംവിധായകനാവുന്നു. പഞ്ചായത്ത് ജെട്ടി ചിത്രീകരണം ഈ മാസം മുതൽ. ഒട്ടേറെ കാലിക പ്രസക്തിയുള്ള സാമൂഹ്യ വിഷയങ്ങൾ നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിച്ചു പോരുന്ന ജനപ്രിയ സ്വീറ്റ് കോം പരമ്പരയായ മറിമായത്തിലെ മുഴുവൻ അഭിനേതാക്കളും വെള്ളിത്തിരയിലെത്തുന്ന ചിത്രമാണ് പഞ്ചായത്ത് ജെട്ടി. മണികണ്ഠൻ പട്ടാമ്പിയും സലിം ഹസനും ചേർന്നാണ് ഈ ചിത്രം തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്നത്. മറിമായത്തിലെ സലിം ഹസൻ, നിയാസ് ബക്കർ, ഉണ്ണിരാജ്, വിനോദ് കോവൂർ, മണി ഷൊർണൂർ, മണികണ്ഠൻ പട്ടാമ്പി, രാഘവൻ, റിയാസ്, സജിൻ, ഷെന്തിൽ, അരുൺ പുനലൂർ, അതിനാട് ശശി, ഉണ്ണി നായർ, രചന നാരായണൻകുട്ടി, സ്നേഹ ശ്രീകുമാർ, വീണ നായർ, രശ്മി അനിൽ, കുളപ്പുള്ളി ലീല, സേതുലക്ഷ്മി, ഷൈനി സാറ, പൗളി വത്സൻ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ ഉള്ളത്. പഞ്ചവർണ്ണ തത്ത, ആനക്കള്ളൻ, ആനന്ദം പരമാനന്ദം, പുലിവാൽ കല്യാണം എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ സപ്തതരംഗ് ക്രിയേഷൻസും ഗോവിന്ദ് ഫിലിംസും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ഗാനങ്ങൾ സന്തോഷ് വർമ്മ, രഞ്ജിൻ രാജിൻ്റെ താണുസാണ് സംഗീതം, ഛായാഗ്രാഹണം കൃഷ്ണ കൈമൾ, എഡിറ്റിംഗ് ശ്യാം ശശിധരൻ, കലാസംവിധാനം സാബു മോഹൻ, കോസ്റ്റ്യൂം ഡിസൈൻ അരുൺ മനോഹർ, മേക്കപ്പ് ഹസൻ വണ്ടൂർ, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ രാജേഷ് അടൂർ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രഭാകരൻ കാസർകോട്, പ്രൊഡക്ഷൻ കൺട്രോളർ ബാബുരാജ് മനിശ്ശേരി, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് പ്രോംകോ ബാലൻ കെ മങ്ങാട്ട്. ഡിസംബർ 18 തിങ്കളാഴ്ച രാവിലെ കൊച്ചിയിലെ കലൂർ IMA ഹാളിൽ ചിത്രത്തിൻ്റെ ആരംഭം കുറിക്കും. 19 മുതൽ ചെറായിയിലും പരിസരങ്ങളിലുമായി ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു. PRO വാഴൂർ ജോസ്. ഇതൊക്കെ നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്ന ചില സേവനങ്ങളല്ലേ? നമ്മൾ ഇതാണെന്ന് പറഞ്ഞാ പോരെ? എന്റെ 2 ഫ്ലക്സും വെച്ചോ. ഇത് നമ്മുടെ 9ാം വാർഡിൽ ടോസ് TH മെമ്പറാണ്. സപ്തതരംഗ് ക്രിയേഷൻസിന്റെ ബാനറിൽ നമ്മുടെ മറിമായം ടീം, നമ്മുടെ പ്രിയപ്പെട്ട മണികണ്ഠൻ പട്ടാമ്പിയും നമ്മുടെ പ്രിയപ്പെട്ട സലിം ഹസനും അവരുടെ സ്ക്രിപ്റ്റിൽ പഞ്ചായത്ത് ജെട്ടി എന്നുള്ള പേരിൽ ഒരു സിനിമ വരികയാണ്. അപ്പൊ അതിന്റെ പൂജയാണ്. ഏറ്റവും പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കാണായ ലോകങ്ങൾ കാക്കുന്ന കാരുണ്യ സിന്ധോ നമിക്കും
കാതർക്കാട് സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പിന്നെ ലാൽ ജോസ് സാർ, സെലിം കുമാർ നിശ്ചയത്തിയിട്ടില്ല വരാമെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ ഡയറക്ടർ AK സാർ തന്നെയുണ്ട്, ലിബർട്ടി ബഷീർക്ക, പിന്നെ നമ്മുടെ സപ്ത ഡയറക്ടേഴ്സ് PS പ്രമാനന്ദൻ, സന്തോഷ്, ജയൻ, മധു, പിന്നെ നിങ്ങളുടെ സപ്തതരംഗ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് കുറേ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെന്നെ പ്രത്യേകം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ നമ്മുടെ പ്രേം പെപ്കോ, ബാലൻ K മങ്ങാട്ട്, പിന്നെ അഡ്വക്കേറ്റ് പ്രണവ്, പിന്നെ മറിമായം ഗ്രൂപ്പ്, മണികണ്ഠൻ പട്ടാമ്പി, സലീം ഹസൻ, നിയാസ്, റിയാസ്, വിനോദ് കോവൂർ, സ്നേഹ, ഉണ്ണിരാജ, വീണ നായർ, ഓളദേശൻ, മറിമായം ഗ്രൂപ്പ്, പിന്നെ ഞങ്ങളുടെ കമ്പനി സെക്രട്ടറി സന്ദീപ്, പ്രസിഡന്റ് PS, ബാക്കി എല്ലാവരെയും ഒന്നുകൂടി ഇതിൽ വിട്ടുപോയ ആൾക്കാരുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും കൂടി ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്കാരം. പലപ്പോഴും ഇതിൽ അഭിനയിക്കുന്ന മണികണ്ഠൻ അടക്കമുള്ള ആളുകളെ ചെറിയ തോതിലൊക്കെ സിനിമയെ സംഘടിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ വിനോദ് ഗോവിന്ദനൊക്കെ ഞാൻ അങ്ങോട്ട് കയറി പരിചയപ്പെട്ടില്ല, ഞാൻ ഫോൺ ചെയ്ത് അഭിനന്ദിച്ച് പരിചയപ്പെട്ടിട്ടില്ല. പലപ്പോഴും അവരുടെ പ്രകടനങ്ങൾ കാണുമ്പോൾ അതിശയിച്ച് പോകാറുള്ളതാണ്. പ്രത്യേകിച്ചും സ്നേഹയൊക്കെ ഇപ്പോഴും അത്ഭുതകരമായിട്ടാണ് അവർ അഭിനയിക്കുന്നത്. ശ്രീകുമാറിനൊക്കെ അതിൽ ഓരോ ക്യാരക്ടേഴ്സിനും നമുക്ക് സുപരിചിതമാണ്. മണിമായത്തിയുമായിട്ട് വളരെ അടുത്ത ആത്മബന്ധമുണ്ട്, പ്രത്യേകിച്ച് മണികണ്ഠനായിട്ട്. മണികണ്ഠൻ 22 വർഷങ്ങൾക്ക് മുമ്പ് മെയിൻ സ്ട്രീം സിനിമയിലേക്ക് വരുന്നത് മീശമാധവനിലൂടെയാണ്. നമസ്കാരം. ഇന്ന് ഈ പൂജക്ക് വന്നത് ഇവരോടുള്ള ഒരു ആരാധന കൊണ്ടാണ്. ഇവര് 5ാമത്തെ എപ്പിസോഡിൽ എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഇവര് ചേട്ടൻ വന്ന് അഭിനയിക്കണം എന്ന് പറയാൻ അഭിനയിച്ചു പോയേനെ. പക്ഷെ ഇവര് എന്നോട് എത്ര രൂപയാണ് പൈസ എന്ന് ചോദിച്ചു. ഞാൻ എന്റെ കാശ് പറഞ്ഞു. പിന്നെ ആ വഴിക്ക് വരെ കണ്ടില്ല. അപ്പൊ എനിക്ക് വലിയ സങ്കടമായി. കാരണം എനിക്കത് അഭിനയിക്കുന്ന ആഗ്രഹമുണ്ട്. എന്റെ കാശ് ചോദിച്ചപ്പോ ഞാൻ കാശ് പറഞ്ഞു പറഞ്ഞോളൂ. ഇവര് പറയുന്നത് ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിച്ചേനെ. അത്രക്ക് ആഗ്രഹം വരുന്നു. ഈ ആക്ഷൻ പടം ചെയ്യുന്നവർ ഒട്ടും തന്നെ ഇത്തരമുള്ള സദസ്സുകളിലേക്ക് വിളിക്കാറില്ല ഞങ്ങളൊന്നും. സന്തോഷമുണ്ട്. എന്തൊരു വൈബ്. ആ പടം അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഈ പടം കാണണം എന്ന് തീരുമാനിക്കുന്ന സിനിമകളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഈ സിനിമ. തീർച്ചയായിട്ടും അങ്ങനെ സൂപ്പർ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും. താങ്ക്സ്. ഇപ്പൊ ഞാനിപ്പോ തലശ്ശേരിയിൽ നിന്ന് വന്നത് ഇതിന്റെ പ്രൊഡ്യൂസറെ സ്നേഹം കൊണ്ടില്ല, ഈ മറിമായത്തിന്റെ അഭിനയിക്കുന്നവരുടെ ആരാധന കൊണ്ടാണ്. മമ്മൂക്ക വരാന്ന് സമ്മതിച്ചതും ഈ പ്രൊഡ്യൂസേഴ്സിനെ കണ്ടില്ല, ഈ മറിമായത്തിന്റെ ആരാധന കൊണ്ടാണ്. രംഗത്ത് ഒത്തിരി പ്രോഗ്രാമുകൾ നമ്മൾ കാണാറുണ്ട്. അതിൽ ഏറ്റവും വിജയിച്ച ഒരു പ്രോഗ്രാമിലൊന്നാണ് മറിമായം. അതിപ്പോൾ സിനിമയായിട്ട് വരികയാണ്. ഇതൊരു ഗംഭീര വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ ശീതളൻ എന്നൊക്കെയാണ് സാറ് വിളിക്കുക. ആ കഥാപാത്രത്തിന്റെ പേരെടുത്ത് വിളിക്കും. അത്ര കണ്ട് ഇഷ്ടമാണ് സത്യസാറിനൊക്കെ. സത്യസാർ എനിക്കും വിനോദ് ഗോപൂരിനും സലീമിനും മണീഷോറിനും ഒക്കെ വേഷം കൊടുത്തിട്ടുള്ള 14ാമത്തെ വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ് മറിമായം. മറിമായം ആദ്യത്തെ എപ്പിസോഡിൽ സ്നേഹയുടെ വീട്ടിൽ വെച്ചാണ് മറിമായത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അന്ന് മുതൽ മറിമായത്തിലെ മൊയ്തുമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് TV-യിലൊക്കെ എത്തുന്നതിന് മുമ്പ് എനിക്ക് ഇവരുടെ പെർഫോമൻസ് ലൈവായിട്ട് കാണാൻ പറ്റുന്നത് ഭയങ്കര ഒരു അനുഭൂതിയാണ്. ഭയങ്കര അനുഭവമാണ്. നമ്മൾ നേരിട്ട് കാണുന്നതിന്റെ പകുതി പോലും ശരിക്കും TV-യിൽ കിട്ടാറില്ല. നേരിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഞാൻ ശരിക്കും ഇത് കാണാൻ പോകുന്ന ഒരു ആസ്വാദകനാണ്. നമസ്കാരം. ഈ സമയത്ത് എന്താണ് പറയുന്നതെന്ന് അറിയില്ല. ഒരുപാട് സന്തോഷം. നേരത്തെ വിനോട്ടനൊക്കെ പറയും പോലെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുതിയൊരു സംഗതി പുറത്തേക്ക് വരാൻ പോവാണ്. അതിന്റെ ഒരു ത്രില്ലിലാണ് എല്ലാവരും. കാര്യം
പെട്ടെന്നുണ്ടാവുന്നതല്ല സിനിമ, എല്ലാവർക്കും അറിയും പോലെ. ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് മണിയേട്ടനും സൽമിക്കയും ഒക്കെ ഇതിനെപ്പറ്റി സംസാരിക്കുകയും ഞങ്ങളുടെ ഷൂട്ടിംഗ് ഇടവേളകളെല്ലാം ഇതിനെപ്പറ്റി തന്നെയായിരുന്നു ഞങ്ങളുടെ സംസാരം. അപ്പോൾ അങ്ങനൊരു അതൊരു സിനിമ എന്ന് പറയുന്ന ഇതിലേക്ക് പുറത്തേക്ക് വരാൻ പോകുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള ഒരു സമയമാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മറിമായം എൻ്റെ ഒരു കോളേജാണ് അഭിനയത്തിന്റെ. കാരണം അവിടുത്തെ പ്രൊഫസർമാരാണ് ഈ നിൽക്കുന്നവരെല്ലാവരും. അവരെ കൂടെ ഓരോ ദിവസവും അഭിനയത്തിലെ ഓരോ പോരായ്മകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് അത് എങ്ങനെ നന്നാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും മിമിക്രിയിലൂടെയാണ് സ്റ്റേജിൽ ഇത് സീരിയലിലേക്കും സിനിമയിലേക്കും ഒക്കെ എത്തിയത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ സിനിമയിൽ മുഖം കാണിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ ബേസ് എന്ന് പറയുന്നത് മറിമായം തന്നെയാണ്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ. ഞങ്ങൾക്കും സിനിമയിലേക്ക് കാലെടുത്ത് വെക്കാൻ, എല്ലാവർക്കും കൂട്ടായി സിനിമയിലേക്ക് കാലെടുത്ത് വെക്കാൻ ഒരു അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ് ഉണ്ണി സാറും സംഘവും. മൂത്താട്ടനും ഏളിയാനിനോടും സംസാരിക്കുന്നത്. അപ്പൊ നമ്മുടെ സഹോദരം ഒരു സഹോദരിയൊക്കെ ഉണ്ട്, അത് കട്ടൊക്കെ കൂടെ വെക്കും. അത് വലിയ വിജയമാവട്ടെ, വേറെ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ഈ മറിമായം ഉണ്ണി ആയത്, കാസർഗോഡ് ഉണ്ണി ആയത് ഈ മറിമായം തന്നെയാണ്. കാരണം 10-21 വർഷം കലോത്സവത്ത് ഞാൻ അധികം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കിടന്നുറങ്ങല്ല. കലോത്സവം വന്നിട്ട് റൂമൊന്നും കിട്ടില്ല, പൈസ ഇല്ലാത്തതുകൊണ്ടാണ് റൂം കിട്ടാനിട്ടല്ല. ഇപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കിടന്നാൽ അടുത്ത TTRനെ പിടിച്ച് ഉള്ളിൽ കൊണ്ടുപോയി കിടത്തും. അത് ഈ മറിമായം മാത്രം എന്ന സ്പേസ് ആണ്. സത്യത്തിൽ അസൂയണ്ട ശരിക്കും. കാരണം അത്ര എന്താ പറയാ വലിയ പെർഫോമൻസ് ആണ്. പിന്നെ നിയാസൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് എപ്പോഴും വിളിക്കും. പിന്നെ എന്റെ പാരഡി പാട്ടുകൾ ഇതുപോലെ തന്നെ ഇവരും വിളിച്ച് അഭിനന്ദിക്കാറുണ്ട് അല്ലെ. ഇങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതുമല്ല, ഇത് വളരെ അപ്രതീക്ഷിതമായിട്ട് വന്ന് ചേർന്നതാണ്. കാരണം മറിമായത്തിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് സലീം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തമാശകൾ പറയും. അപ്പോ എല്ലാവരും ആ തമാശകൾ കേട്ടിട്ട് കൂടെ വട്ടം കൂടി ഇരുന്ന് ചിരിക്കും. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരുന്നത് അയാളുടെ കുറെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസുകളാണ്. അപ്പോ ആ എക്സ്പീരിയൻസുകൾ തന്നെയാണ് സത്യത്തില് സിനിമയായിട്ട് മാറുന്നത്. സലീം ഒരു പൊളിറ്റീഷ്യനാണ്, അയാൾ വാർഡ് മെമ്പറായിരുന്നു. അപ്പോൾ ഒരു പഞ്ചായത്തിനകത്ത് നടന്നിട്ടുള്ള കുറേ രസങ്ങൾ പല സമയത്തായിട്ട് പറഞ്ഞത് പിന്നീട് എപ്പോഴൊക്കെയോ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു സിനിമയ്ക്കുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്ത് അങ്ങനെ വെറുതെ മുന്നോട്ട് പോവുകയായിരുന്നു. അതിന് പ്രൊഡ്യൂസറില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഉണ്ണി സാറ് എങ്ങനെയോ എന്നെ വിളിക്കുന്നത്, എനിക്കറിയില്ല. അങ്ങനെ ഉണ്ണി സാറെ വിളിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു സംഗതി ആലോചിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ അടുത്ത് റെഡിയാ, ഈ മറ്റേ സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം റെഡിയാ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പറ്റാൻ സാറേ. അങ്ങനെ നേരിട്ട് പോയി കണ്ടു, സംസാരിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം നീങ്ങിപ്പോയി. ഒരു നല്ല സിനിമ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന വേണം, അനുഗ്രഹം വേണം. എങ്ങനെയെങ്കിലും ഇതിന്റെ വെട്ടത്തിലും വെളിച്ചത്തിലും ഒന്ന് നിൽക്കണം. ആരും വിളിക്കാനില്ല, ആരും സപ്പോർട്ട് ചെയ്യാനില്ല. എങ്ങനെയെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് എത്തണം എന്നുള്ള എന്റെ അതിയായ ആഗ്രഹം. ഞാനൊരു സ്വന്തമായി മറിമായത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതി മനോരമയിൽ ചെന്ന്, സ്ക്രിപ്റ്റ് പുള്ളിക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു, പക്ഷെ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോ എന്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് നിന്നോളാൻ പറഞ്ഞു. അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഒരു നടൻ വന്നില്ല. അപ്പൊ ഒരു ചായ ഗ്ലാസ് കൊണ്ടുപോയി മേശയമ്മ വെച്ചിട്ട് തിരിച്ചു പോണ ഒരു സീനാണ്. ഡയറക്ടർ എന്നോട് പറയും തിരിഞ്ഞു നോക്കരുത്, മൊത്തം വൈക്ലബ്യം വരുമെന്നൊക്കെ. എനിക്ക് തിരിഞ്ഞു നോക്കാതെ പോയിക്കോളണമെന്ന് പറഞ്ഞ് ഗ്ലാസ് കൊണ്ടുപോയി വെച്ചിട്ട്. എന്റെ കഷ്ടകാലത്തിനാണോ ഭാഗ്യത്തിനാണോന്ന് അറിയാൻ മണിയേട്ടൻ വില്ലേജ് ഓഫീസറായിട്ടിരിക്കുന്ന ഒരു സീനാണ്. ഞാൻ ചായ കൊണ്ടുപോയി വെച്ചപ്പോ പുള്ളി എന്തോ എന്നോട് ചോദിച്ചു. ഞാൻ അവന് മറുപടിയും പറഞ്ഞ് അത് വൈറലായി. പിറ്റേ എപ്പിസോഡ് തൊട്ട് ഞാനില്ലാതെ ഡയറക്ടർക്ക് പറ്റൂല. തിരിഞ്ഞു നോക്കാതെ പോകുന്നു പറയണ അവിടെ എന്തെങ്കിലും നിന്ന് പറഞ്ഞോ എന്ന് പറയുന്നോട്.